എല്ലാവർക്കും ജോഗ്രഫിയുടെ ഒരു പുതിയ സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രണവ് എന്നാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് ജോഗ്രഫിയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ജോഗ്രഫിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ആയിരിക്കും. ഈ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ജോഗ്രഫിയുടെ സിലബസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ റെഫർ ചെയ്യേണ്ട ബുക്ക് ഏതാണ്, അതുപോലെ തന്നെ നമ്മൾ സിലബസിൽ നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഇന്ന് ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യും. വൺസ് അഗെയിൻ വെൽക്കം ഓൾ. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ RRB റെയിൽവേ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ട ഒരു ഏരിയ ആണ്. അതായത് ജോഗ്രഫി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അതിൽ നിന്നായിരിക്കും മോസ്റ്റ്ലി എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതൊന്നും അത്ര വൈഡായിട്ട് ചോദിക്കാനൊന്നും ചാൻസ് ഉള്ള ഏരിയ അല്ല. നിങ്ങൾ ജോഗ്രഫിയിൽ പഠിച്ചു വെക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, നിങ്ങളുടെ RRB എക്സാമിന് നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഫിസിക്കൽ ജോഗ്രഫി നോക്കണം, അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ജോഗ്രഫി നോക്കണം, ഹ്യൂമൻ ജോഗ്രഫി നോക്കണം. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അതിൽ തന്നെ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയും നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ വേൾഡ് ജോഗ്രഫിയും നോക്കുന്നുണ്ട്. ഇത്രയും കാര്യമാണ് നമുക്ക് നമ്മുടെ സിലബസിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു സിലബസിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൽ 3 to 4 ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് സ്റ്റേജിലും അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജിൽ ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് വരെ എന്ത് ചെയ്യാം, ചോദിക്കാം. ഏതെന്ന്, രണ്ടും കൂടെയാണ്, ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നും വേൾഡ് ജോഗ്രഫിയിൽ നിന്നും കൂടി രണ്ടും കൂടി ഒരു ആവറേജ് ഒരു 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചു വെച്ചാൽ ഈ ഒരു ഇതിൽ നിന്ന് ഒരു 2 മാർക്ക് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 അല്ല 3 മാർക്ക് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ എന്ത് ചെയ്യാം, സിലബസിലേക്ക് കടക്കാം. സിലബസിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് വേൾഡ് ജോഗ്രഫിയിൽ ഇതിനു മുമ്പ് നമുക്ക് ഒരു ചെറിയൊരു ടോപ്പിക്, സോളാർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. അത് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേൾഡ് ജോഗ്രഫിയിൽ ഫിസിക്കൽ ജോഗ്രഫി ഓഫ് വേൾഡ് പഠിക്കും. ഫിസിക്കൽ ജോഗ്രഫി ഓഫ് വേൾഡ് പഠിക്കും. അതിൻ്റെ അകത്ത് നമ്മൾ എർത്തിന്റെ സ്ട്രക്ചറും ലാറ്റിറ്റ്യൂഡ് എന്താണെന്നും ലോഞ്ചിറ്റ്യൂഡ് എന്താണെന്നും എർത്തിന്റെ റൊട്ടേഷൻ എന്താണ്, റെവല്യൂഷൻ എന്താണ്, അതുപോലെ തന്നെ ടൈം സോൺസ്, അതൊക്കെ എന്ത് ചെയ്യും, മെയിൻ ആയിട്ട് നോക്കും. അതുപോലെ തന്നെ ഇന്റീരിയർ ഓഫ് എർത്ത്, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് നമ്മൾ എന്ത് ചെയ്യും, നോക്കും. ഇത്രയാണ് ഫിസിക്കൽ ജോഗ്രഫി ഓഫ് വേൾഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ജിയോമോർഫോളജി, അതായത് എർത്തിൽ പലതരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലേ. ഇപ്പം മൗണ്ടെയിൻസ് കാണാം, പ്ലേറ്റ്യൂസ് കാണാം, പ്ലെയിൻസ് കാണാം. നിങ്ങൾ നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ വോൾക്കാനോസ് എന്ത് ചെയ്യും, പഠിക്കും. എന്താണ് എർത്ത് കേക്ക്, അതാണ് നമ്മൾ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള കുറേ ഈവൻസ് ഉണ്ടല്ലേ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. റോക്സ്, മിനറൽസ്, അതൊക്കെ എന്ത് ചെയ്യായിരിക്കും, ആ ഒരു സെഷനിൽ നോക്കുന്നതായിരിക്കും. പിന്നെ മെയിനായിട്ടും പഠിക്കേണ്ടതാണ് ഈ ഒരു ക്ലൈമറ്റോളജി എന്ന് പറയുന്ന സെഷൻ എന്ന് പറയുന്നത്. ക്ലൈമറ്റോളജിയിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് അറ്റ്മോസ്ഫിയർ എന്താണ്, അറ്റ്മോസ്ഫിയറിന്റെ ഡിഫറെന്റ് ലെയേഴ്സ് ഏതൊക്കെയാണ് എന്നെന്ത് ചെയ്യും, നമ്മൾ നോക്കും. അതുപോലെ തന്നെ വെതർ, ക്ലൈമറ്റ്, ഇതൊക്കെ നോക്കും. ക്ലൈമറ്റിന്റെ അകത്ത് നമ്മൾ മൺസൂൺ എന്ത് ചെയ്യും, നോക്കും. പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വിൻസ്, ഇപ്പൊ നിങ്ങൾ ലൂ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ എന്താണെന്ന് എന്ത് ചെയ്യും, നമ്മൾ നോക്കും. റെയിൻഫോൾ, നേരത്തെ പറഞ്ഞ കണക്ക് മൺസൂണും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ നോക്കും. പ്രഷർ ബെൽസ് ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യും, നോക്കും. പിന്നെ ഓഷൻ കറൻസ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ അകത്ത്, ഈ ക്ലൈമറ്റോളജിയുടെ അകത്ത് മെയിൻ ആയിട്ട് നോക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ജോഗ്രഫിയാണ്. ഇന്ത്യൻ ജോഗ്രഫിയിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ ഒരു ഏരിയ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ് ഈ ഒരു ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നമ്മുടെ ഇന്ത്യയുടെ എന്താണ് ജിയോളജിക്കൽ ലൊക്കേഷൻ, അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ഉണ്ടാവും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്താൽ ഇത് സ്ട്രെസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള മോസ്റ്റ്ലി എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും ഫിസിയോഗ്രഫി അതിൻ്റെ സബ് യൂണിറ്റുകൾ ഇന്ത്യയെ ഫിസിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് സബ് യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് പഠിക്കുന്നത്. അതിൻ്റെ അകത്ത് നോർത്തേൺ മൗണ്ടെയിൻസ്, നമ്മളെ ഹിമാലയാസിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യും,
പഠിക്കും. നോർത്തേൺ പ്ലെയിൻസിനെ പറ്റി പഠിക്കും. പെനിൻസുലാർ പ്ലേറ്റ്യൂ, ഡെസേർട്ട് ആയിട്ടുള്ള താർ ഡെസേർട്ട്, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരു കോൾഡസ്റ്റ് ഡെസേർട്ട് ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യും പഠിക്കും. അതുപോലെ തന്നെ കോസ്റ്റൽ പ്ലെയിനുകളെ പറ്റി പഠിക്കും. അതുപോലെ തന്നെ ഐലൻഡ്സിനെ പറ്റിയും നമ്മൾ എന്ത് ചെയ്യും ആ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മൾ നോക്കുന്നത് ഡ്രെയിനേജ് സിസ്റ്റം ആണ്. പിന്നെ ഇന്ത്യൻ ക്ലൈമറ്റിനെ പറ്റി പഠിക്കും. നമ്മൾ നേരത്തെ വേൾഡിൻ്റെ അകത്ത് ക്ലൈമറ്റോളജി പറഞ്ഞില്ലേ, അതേ കണക്ക് തന്നെയാണ് ഇവിടെയും ക്ലൈമറ്റിനെ പറ്റി പഠിക്കും. സോയിൽസ് ഇൻ ഇന്ത്യ പഠിക്കും. നാച്ചുറൽ വെജിറ്റേഷൻ പഠിക്കും. ഇത്രയുമാണ് നമ്മുടെ ഇവിടുത്തെ ഫിസിക്കൽ ജോഗ്രഫിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ എന്തും പഠിക്കാനുണ്ട്, എക്കണോമി ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി. അത് ഇന്ത്യയുടെ നമ്മൾ വേൾഡിന്റെ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്തു പോകും. അതിൻ്റെ അകത്ത് പോപ്പുലേഷൻ, സെറ്റിൽമെന്റ് എന്ന് വെച്ചാൽ താമസം, ഇതിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കും. അർബനൈസേഷൻ പഠിക്കും. ആണെങ്കിൽ തന്നെ റിസോഴ്സ്, ഇത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ റിസോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ. കാരണം മിനറൽസും എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം ചോദിക്കാം. അതെന്ത് ചെയ്യും നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ അഗ്രികൾച്ചർ, ഇത് കണ്ടോ, ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് നോക്കി വയ്ക്കേണ്ട ഈ ക്രോപ്പുകളാണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്രോപ്സ്, അതിന്റെ പ്രത്യേകതകൾ എന്ത് ചെയ്യും ചോദിക്കാം. അത് കണക്ക് തന്നെ ബേസിക് ടെർമിനോളജീസ്, റീസെന്റ് ഡെവലപ്മെന്റ്സ്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടിരുന്നാൽ മതി. അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് നോക്കും. അതിൻ്റെ അകത്ത് തന്നെ ഈ സ്റ്റീൽ ഇൻഡസ്ട്രി, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ് മെയിൻ ആയിട്ട് നോക്കും. പിന്നെ ട്രാൻസ്പോർട്ടേഷനിൽ തന്നെ ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ നോക്കും, എയർ നോക്കും, അതുപോലെ തന്നെ വാട്ടർ, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് എന്ത് ചെയ്യും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് സിലബസിനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ എന്ത് ചെയ്യണം ഉണ്ടാക്കണം. കാരണം സിലബസ് അടിസ്ഥാനമാക്കി ആയിരിക്കണം നിങ്ങൾ എപ്പോഴും ഒരു ക്ലാസ് എന്ത് ചെയ്യേണ്ടത് കേൾക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത്. റിവൈസ് ചെയ്യുമ്പോഴും സിലബസ് വെച്ച് തന്നെ എന്ത് ചെയ്യുക റിവൈസ് ചെയ്യുക. നിങ്ങളിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം ഏത് ഏരിയയിൽ നിന്ന് ഉള്ളതാണ് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം വ്യക്തമായൊരു ധാരണ വേണം. കാരണം ഇപ്പം നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് PYQs നോക്കുമ്പോഴത്തേക്ക് PYQസിൻ്റെ അകത്ത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ കാണാം. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിൽ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒരു ക്വസ്റ്റ്യനിൽ മാക്സിമം സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇവിടെ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് പഠിക്കാം. നമ്മൾ സിലബസ് പഠിച്ചു, സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കി. ഇനി ആ സിലബസ് നിങ്ങൾക്ക് എവിടെ നിന്ന് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ഏതൊക്കെ സോഴ്സസ് ആണ് നോക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് NCERT തന്നെ നോക്കുക. NCERT ആണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. NCERT നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക NCERT വായിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് വായിക്കുക. ഞാൻ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് NCERT ബേസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് വായിച്ചു വെക്കുക. NCERTയിൽ നിങ്ങൾക്ക് വേൾഡ് ജോഗ്രഫി, ഞാൻ ആദ്യം പറഞ്ഞ വേൾഡ് ജോഗ്രഫിയിലെ ഫണ്ടമെന്റൽ ഓഫ് ഫിസിക്കൽ ജോഗ്രഫി +1 ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റ് എന്ത് ചെയ്യുക വായിച്ച് നോക്കുക. അതുപോലെ തന്നെ വേൾഡ് ജോഗ്രഫി, ഹ്യൂമൻ ജോഗ്രഫി ഒക്കെ നോക്കാൻ ഫണ്ടമെന്റൽസ് ഓഫ് ഹ്യൂമൻ ജോഗ്രഫി +2 ഒരു ടെസ്റ്റ് ഉണ്ട്. അതും എന്ത് ചെയ്യുക റെഫർ ചെയ്യുക. അതിന്റെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. NCERT ഡൗൺലോഡ് ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾ NCERTയുടെ സൈറ്റിൽ കയറി എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് പറ്റുവാണെങ്കിൽ അതൊന്ന് എന്ത് ചെയ്യുക വായിച്ച് നോക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിയും പഠിക്കാൻ നമുക്ക് എന്ത് ചെയ്യും. ഞാൻ അതിന് മുമ്പാണ്ട് അതിന്റെ കണ്ടന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, രണ്ടിന്റെയും കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ ജോഗ്രഫിയുടെയും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഹ്യൂമൻ ജോഗ്രഫിയുടെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ നേരത്തെ പറഞ്ഞ സിലബസിലുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും അതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇതെന്ത് ചെയ്യുക നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് വായിക്കുക. ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാക്സിമം വായിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിയിലും നിങ്ങൾക്ക് ആ ഒരു ഇതിൽ +1 ഇന്ത്യ ഫിസിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ ഫിസിക്കൽ ജോഗ്രഫി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ പീപ്പിൾ ആൻഡ് എക്കണോമി എന്ന് പറയുന്ന +2 ടെസ്റ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആ സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് ഹ്യൂമൻ ജോഗ്രഫിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം അതിൻ്റെ അകത്തുണ്ട്. അതും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക വായിച്ച് നോക്കുക. ഇത്രയുമാണ് നമുക്ക് ഒരു സിലബസിനെ പറ്റിയും അതുപോലെ തന്നെ സിലബസ് നിങ്ങൾക്ക് എവിടെ നിന്ന് പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യം പറയുന്നത്. ആ ഒരു കണ്ടന്റ്സ് പേജ് തന്നെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ സിലബസിലുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇന്നത്തെ ഒരു ടോപ്പിക്കിലേക്ക് കടക്കാം. ഇത് നിങ്ങൾക്ക്
ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറയാം, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, ചോദിക്കാം. എല്ലാ നിങ്ങളുടെ സംശയങ്ങളും നമ്മൾ തീർത്തായിരിക്കും ക്ലാസ്സിൽ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ അന്നുള്ള ക്ലാസ് അന്നു തന്നെ കണ്ടുപോവുക. കണ്ടിട്ട് അതിൻ്റെ നോട്ട് പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, ലെക്ചർ നോട്ട് എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. അത് തന്നെ നിങ്ങൾ റിവൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും നിങ്ങൾക്ക് ജോഗ്രഫി ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. അതുപോലെ തന്നെ ജോഗ്രഫി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എപ്പോഴും മാപ്പും അതുപോലെ തന്നെ പിക്ചേഴ്സും അതൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോഴും നിങ്ങളുടെ മെമ്മറിയിൽ എന്ത് ചെയ്യാൻ പറ്റും, റീകളക്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് കൂടുതൽ എക്സാംസിൽ എന്ത് ചെയ്യും, ഉപയോഗപ്പെടും. അത്രയും കാര്യങ്ങളാണ് ആദ്യം എനിക്കൊരു സ്റ്റാർട്ടിങ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സോളാർ സിസ്റ്റമാണ്. സോളാർ സിസ്റ്റത്തെ പറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് പറയാൻ പോകുന്നത്. ഇപ്പോൾ സോളാർ സിസ്റ്റത്തിൽ എത്ര പ്ലാനറ്റ്സ് ഉണ്ട്, സണ്ണ് എന്താണ്, സണ്ണിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സോളാർ സിസ്റ്റത്തിൽ വേറെ കുറച്ച് സെലസ്റ്റിയൽ ബോഡീസ് കാണും, അല്ലെങ്കിൽ മറ്റു കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്ന്. അപ്പോൾ ആദ്യം എന്താണ് ഒരു സോളാർ സിസ്റ്റം? സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് സണ്ണും അതിനെ ചുറ്റി കറങ്ങുന്ന ഒരു 8 പ്ലാനറ്റ്സും അതുപോലെ തന്നെ അതിൻ്റെ സാറ്റലൈറ്റുകളും അതുപോലെ തന്നെ കുറേ ആസ്ട്രോയിഡ്സും കോമെറ്റ്സും അതുപോലെ തന്നെ മീറ്ററോയിഡ്സും ഡസ്റ്റും അടങ്ങുന്നതാണ് നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ കുറേ വാക്കുകളൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന കണക്കൊക്കെ തോന്നാം. ഇപ്പൊ ഈ ആസ്ട്രോയിഡ് എന്താണ്, അല്ലെങ്കിൽ കോമെറ്റ്സ് എന്താണ്, ഇതൊക്കെ എന്ത് ചെയ്യും നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ ഇത്രയും മാത്രം നോക്കുക. സണ്ണും, ഇവിടെ സണ്ണുണ്ട്, അതുപോലെ തന്നെ അതിനെ ചുറ്റി കാണപ്പെടുന്ന ഒരു 8 ഗ്രഹങ്ങളും അടങ്ങിയതാണ്. 8 പ്ലാനറ്റ്സും പ്ലാനറ്റ്സിനെ ചുറ്റുന്ന കുറെ സാറ്റലൈറ്റുകളും ആസ്ട്രോയിഡ്സും കോമെറ്റ്സും മീറ്ററോയിഡ്സും അതുപോലെ തന്നെ അവിടെ എന്തുണ്ട്, കുറച്ച് ഡസ്റ്റ് പൊടിപടലങ്ങളും ഉണ്ട്. എല്ലാം കൂടെ അടങ്ങിയതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന് മുമ്പ് 9 എന്തുണ്ടായിരുന്നു, പ്ലാനറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് പ്ലൂട്ടോ എന്ന് പറയുന്ന പ്ലാനറ്റിനെ ഇപ്പൊ എന്തായിട്ട് മാറ്റി, ഡോർഫ് പ്ലാനറ്റ് ആയിട്ട്, കുള്ളൻ ഗ്രഹമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. ഇപ്പം കറന്റ് എത്ര പ്ലാനറ്റ്സ് ആണുള്ളത്? 8 പ്ലാനറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഈ ഒരു പ്ലാനറ്റ്സിനെ ഇപ്പം നമ്മൾ ആദ്യം കാണിച്ച ഈ ഒരു ഇത് തന്നെ നോക്കും. ഈ ഒരു പ്ലാനറ്റ്സിനെ നമ്മുടെ സണ്ണിന്റെ അടുത്തേക്ക് ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് അല്ലേ. ആ ഒരു ഗ്രാവിറ്റേഷണൽ പുള്ള് വഴി നമ്മുടെ സണ്ണിലേക്ക് ഒരു എന്താണ് ചേർത്ത് പിടിച്ച് നിർത്തിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ പുൾ കീപ്സ് ഓൾ ബോഡീസ് ഇൻ ഓർബിറ്റിന്റെ അകത്ത് എന്ത് ചെയ്തിരിക്കുകയാണ്, അവയെ ആ ഒരു ഗ്രാവിറ്റേഷൻ പുള്ള് വഴി എന്ത് ചെയ്തിരിക്കുകയാണ്, പിടിച്ചു നിർത്തിയിരിക്കുകയാണ് എന്നുള്ള കാര്യവും നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചു. ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം പഠിക്കാൻ പോകുന്നത് സണ്ണാണ്. സൺ എന്താണ്? ഒരു സ്റ്റാർ ആണ് അല്ലേ. സൺ ഒരു സ്റ്റാർ ആണ്. ഇതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, നമ്മളൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. മെയിൻ ആയിട്ട് സണ്ണിൽ കാണപ്പെടുന്നത് എന്തൊക്കെയാണ്? ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ആണ്. മെയിനായിട്ട് സണ്ണിൽ കാണപ്പെടുന്നത് എന്താണ്? ഹൈഡ്രജനും ഹീലിയവുമാണ്. അപ്പോൾ സൺ എന്ന് പറയുന്നത് ഭയങ്കര ഹോട്ടായിട്ടുള്ള എന്താണ്, ചൂടുള്ള ഒരു സ്റ്റാർ ആണ്. അതിന്റെ അപ്രോക്സിമേറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 500 അല്ലെങ്കിൽ 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. എവിടെ? അതിന്റെ കോറിൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, സണ്ണിന്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയെന്ന് തന്നെ പറയുക? 5500 ആണെന്ന് പറയുക. ഓക്കെ, ഇത് എവിടെയാണ്? അറ്റ് ഇറ്റ്സ് വിസിബിൾ സർഫസ്. നമുക്ക് കാണാൻ കഴിയുന്ന ആ ഒരു വിസിബിൾ സർഫസ് ഏതാണെന്നും അതൊക്കെ നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ പറയുന്നതായിരിക്കും. ഇപ്പൊ അതിന്റെ ആ വിസിബിൾ സർഫസിൽ അനുഭവപ്പെടുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 5500 ആണ്. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ ഒരു സ്ട്രക്ചർ ആണ്, അല്ലെങ്കിൽ സണ്ണിന്റെ എന്താണ് ഇന്റീരിയറിനെ പറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. ഇന്റീരിയർ ഓഫ് സണ്ണ്. അപ്പോൾ സണ്ണിന്റെ ഇന്റീരിയറിൽ എന്തൊക്കെയാണുള്ളത്, ഏതൊക്കെ ലേയേഴ്സ് ഉണ്ട്, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇനിയുള്ള സ്ലൈഡുകളിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം മുതൽ നോക്കാം.
ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ സണ്ണിന്റെ ഇന്റീരിയറിൽ സെവറൽ എന്തുണ്ട്, സോൺസ് ഉണ്ട്, കുറെ സോണുകളും ഉണ്ട്, അതുപോലെ തന്നെ ഇതിന് കുറച്ച് ലേയേഴ്സും ഉണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു സോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇന്റേണൽ സ്ട്രക്ചറിൻ്റെ അകത്ത് കുറച്ച് സോണുകളുണ്ട്. മെയിനായിട്ട് 3 സോണുകളാണ് ഉള്ളത്. ഏറ്റവും സെൻട്രലായിട്ട് എന്തുണ്ട്, ഒരു കോറുണ്ട്. അതിന് പുറകെയായിട്ട് അല്ലെങ്കിൽ അതിന് തൊട്ട് അടുത്ത ലെയർ ആയിട്ട് അല്ലെങ്കിൽ അടുത്ത സോണായിട്ട് ഏതുണ്ട്, റേഡിയേറ്റീവ് സോൺ ഉണ്ട്. അതിന് ഏറ്റവും പുറകെ ആയിട്ടാണ് എന്തുള്ളത്, കൺവെക്ഷൻ സോൺ ഉള്ളത്. അങ്ങനെ 3 സോണുകളാണ് സണ്ണിന് ഉള്ളത്. കോറ്, റേഡിയേറ്റീവ് സോണ്, കൺവെക്ഷൻ സോണ്. ഇങ്ങനെ 3 ആയിട്ടാണ് തിരിക്കുന്നത്. കോറെന്ന് പറയുന്നത് നമുക്ക് ഓരോന്ന് നോക്കാം. കോറെന്ന് പറയുന്നത് എന്താണ്, ഒരു സെൻട്രൽ റീജിയൻ ആണ്, സെന്റർ ഓഫ് സൺ ആണ് എന്തെന്ന് പറയുന്നത് അതിന്റെ കോറെന്ന് പറയുന്നത്. ഇവിടെയാണ് ന്യൂക്ലിയർ റിയാക്ഷൻസ് നടന്നിട്ട് അവിടെ ഹൈഡ്രജനെ എന്താക്കി മാറ്റുന്നത്, ഹീലിയമാക്കി മാറ്റുന്നത്. ഹൈഡ്രജനെ ഹീലിയമാക്കി മാറ്റുന്നത്. ഇതൊക്കെ നിങ്ങൾ സയൻസിൽ അല്ലാതെ പഠിക്കും. ഇപ്പൊ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഹൈഡ്രജനെ ഹീലിയമാക്കി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ കോറിൽ മാറ്റുന്നുണ്ട്. അടുത്ത ലെയർ ആണ്, അടുത്ത സോണാണ് റേഡിയേറ്റീവ് സോൺ എന്ന് പറയുന്നത്. അതായത് കോറിന് തൊട്ട് പുറകെ ആയിട്ട് കാണപ്പെടുന്ന സോണാണ് ഏതെന്ന് പറയുന്നത്, ഈ ഒരു റേഡിയേറ്റീവ് സോൺ. ഏറ്റവും പുറമേ ഉള്ള സോണാണ് ഏതെന്ന് പറയുന്നത്, കൺവെക്ഷൻ സോൺ. ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സണ്ണിന്റെ ലേയേഴ്സ് ആണ്. മെയിനായിട്ട് 3 ലെയറുകളാണ് സണ്ണിന് ഉള്ളത്. അതിൽ ഒന്നാമത്തതാണ് ദാണ്ടെ ഈ ഒരു ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? രണ്ടാമത്തേന്ന് പറയുന്നത് ഇതാണ് ക്രോമോസ്ഫിയർ. മൂന്നാമത്തെ ലെയറാണ് കൊറോണ. അങ്ങനെ 3 ലെയറുകൾ സണ്ണിനുണ്ട്. അതിൽ ഒന്നാമത്തെ ലെയർ ഏതാണ്, ഫോട്ടോസ്ഫിയർ ആണ്. ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്നത് ഏറ്റവും വെളിയിലത്തെ സർഫസ് ആയിട്ടുള്ള ലെയർ ആണ് ഏതെന്ന് പറയുന്നത്, ഈ ഒരു ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്നത്. മനുഷ്യന് അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് സണ്ണിനെ കാണും അല്ലേ, അതിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന വിസിബിൾ ആയിട്ടുള്ള ലെയർ ആണ് ഏതെന്ന് പറയുന്നത്, ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോഴേ സണ്ണിന്റെ സർഫസ് ഏതെന്ന് ചോദിച്ചാൽ ഏതെന്ന് പറയുക, ഫോട്ടോസ്ഫിയർ എന്ന് പറയുക. എർത്തിൽ നിന്ന് സണ്ണിന്റെ കാണാൻ പറ്റുന്ന ലെയർ ഏതെന്ന് ചോദിച്ചാൽ ഏതെന്ന് പറയുക, ഫോട്ടോസ്ഫിയർ എന്ന് പറയുക. ഇനി അതിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നാൽ, അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ ഈ ഒരു ലെയർ എന്ന് പറയുന്നത്, ഈ ഒരു ലെയർ ആണ് ഏതെന്ന് പറയുന്നത്, ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ലെയർ ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ക്രോമോസ്ഫിയർ എന്ന് പറയുന്നത്. ക്രോമോസ്ഫിയർ എന്ന് പറയുന്നത് ഏതാണ്, അതിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നുണ്ട്, അടയാളപ്പെടുത്തിയിരിക്കുന്നുണ്ടോ, ഇതിനെയാണ് ക്രോമോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഫോട്ടോസ്ഫിയറിന്റെയും അപ്പർമോസ്റ്റ് പോർഷൻ ആണ് അല്ലെങ്കിൽ ഏറ്റവും വെളിയിലായിട്ട് കാണപ്പെടുന്ന പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ഒരു കൊറോണ എന്ന് വെച്ചാൽ അതാ ഇങ്ങനെ ഈ ഒരു വെളിയിലായിട്ട് കാണപ്പെടുന്ന ഇത്രയും ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൊറോണ എന്ന് പറയുന്ന പാർട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യാം, ഒരു സംശയം വരാം അല്ലെ, ഫോട്ടോസ്ഫിയറും കൊറോണയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ നമ്മൾ ഭൂമിയിൽ നിന്ന് കാണുന്ന ഏറ്റവും വെളിയിലത്തെ ലെയർ ആയിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷെ ഇവിടെ വെളിയിലത്തെ ലെയർ എന്ന് പറയുന്നത് കൊറോണയാണ്. പക്ഷെ നമ്മൾ കാണുന്നത് ഏതാണ്, ഫോട്ടോസ്ഫിയർ ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കൊറോണ എന്ന് പറയുന്നത് ഇതിൽ കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഇതാണ്. പക്ഷെ ഫോട്ടോസ്ഫിയർ, ഫോട്ടോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ, ലൈറ്റ് എന്നാണ്. അവിടെ ബ്രൈറ്റ് ലൈറ്റ് കൂടുതലാണ്. അപ്പോൾ അതാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, ലൈറ്റ് അല്ലേ കൂടുതൽ സഞ്ചരിച്ച് വരുന്നത്. അപ്പോൾ അത് കാരണമാണ് ഫോട്ടോസ്ഫിയറിനെ നമുക്ക് എർത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്ന. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിന്റെ ലേയേഴ്സിന്റെ അർത്ഥം അങ്ങനെ സോണും പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? അത് എന്തൊക്കെയാണെന്ന് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോർ എന്ന് പറയുന്നത് എന്താണ്, ഒരു സെൻട്രൽ റീജിയൻ ആണ്. അവിടെ ന്യൂക്ലിയർ റിയാക്ഷൻസ് നടന്നിട്ട് ഹൈഡ്രജനെ ഹീലിയമാക്കി മാറ്റും. അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് താഴെയുള്ള ലെയർ, അതിന്റെ പുറത്തുള്ള ലെയർ ആണ് നമ്മൾ പറഞ്ഞ ഏറ്റവും ഉള്ളിലാണ് കോറ്, അതിന്റെ വെളിയിലത്തെ ലെയർ, അതിന്റെ ഏറ്റവും വെളിയിലത്തെ ലെയർ. അതിൽ റേഡിയേറ്റീവ് സോൺ ആണ് രണ്ടാമത്തെ ലെയർ. മൂന്നാമത്തെയാണ് കൺവെക്ഷൻ സോൺ എന്ന് പറയുന്നത്. കൺവെക്ഷൻ സോൺ ആണ് ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നേരത്തെ പറഞ്ഞ കണക്ക് ലേയേഴ്സ് നമ്മൾ പറഞ്ഞു, മറ്റേ സോൺ ആയിരുന്നു, ഇത് ലേയേഴ്സ് ആണ്. ലേയേഴ്സിൽ ഫോട്ടോസ്ഫിയർ സർഫസ് ആണ്, ക്രോമോസ്ഫിയർ കൊറോണയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, വിസിബിൾ ഡ്യൂറിങ് എക്ലിപ്സ്.
സോളാർ എക്ലിപ്സുകളുണ്ട്. അത് നമുക്ക് അത് അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. സോളാർ എക്ലിപ്സിന്റെ സമയത്ത് കാണാൻ പറ്റുന്ന കൊറോണയാണ്. പക്ഷെ നമുക്ക് വിസിബിൾ ബൈ ഹ്യൂമൻസിന് നമ്മളെ എർത്തിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ് എന്ന് പറയുന്നത് ഈ ഒരു ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിന്റെ ബാക്കി ലെയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പർ മോസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും പുറമേ ഉള്ള ലെയർ എന്തെന്ന് പറയുന്നത് ഏതാണ്? കൊറോണയാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. ഇവിടെ കൊറോണ എന്നും കൂടെ ഉണ്ട്. കൊറോണ ഈസ് ദി അപ്പർ മോസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇത്രയും കാര്യം മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ലെയേഴ്സ് പഠിച്ചു, സോൺസ് പഠിച്ചു, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി ആ ഒരു സണ്ണിൽ ഉണ്ടാവുന്ന മെയിൻ ആയിട്ടുണ്ടാവുന്ന കുറച്ച് ഈവൻസും കുറച്ച് അഡീഷണൽ കാര്യങ്ങളുമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എന്താണ് സോളാർ ഫ്ലെയർ? സോളാർ ഫ്ലെയർ എന്ന് പറയുന്നത് ഇറപ്ഷൻസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഒറിജിനേറ്റിംഗ് ഇൻ ദി സൺസ് അറ്റ്മോസ്ഫിയർ. സണ്ണിന് എന്തുണ്ട്? അറ്റ്മോസ്ഫിയർ ഉണ്ട്. അവിടെ ഉണ്ടാവുന്ന കുറച്ച് ഇറപ്ഷൻസ് ആണ് എന്തിന്റെ? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ ഇറപ്ഷൻ. അത് ഇങ്ങനെ എന്ത് ചെയ്യും? ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് സോളാർ ഫ്ലെയർസിന്റെ വീഡിയോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാം. അവിടെ ഇങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇങ്ങനെ ഒരു റിങ് കണക്ക് ഇങ്ങനെ പൊട്ടി വീഴുന്ന കണക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തെന്ന് പറയുന്നത് സൺ സ്പോട്സ് ആണ്. സൺ സ്പോട്സ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന കുറച്ച് ടെമ്പററി ആയിട്ടുള്ള ഡാർക്ക് കളറിലുള്ള കൂളർ ഏരിയാസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൺസ്പോട്സ് എന്ന് പറയുന്നത്. ഇത് എന്താണ്? അതിന്റെ ഒരു സർഫസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിസിബിള് ആവുന്ന ടൈപ്പ് സാധനമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ഇങ്ങനെ ചെറിയ ചെറിയ ഡാർക്ക് ആയിട്ടുള്ള ഈ ഒരു ഏരിയ ആണ് സൺസ്പോട്സ് എന്ന് പറയുന്നത്. കണ്ടോ, മനസ്സിലായില്ല? അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഡാർക്ക് കളറിൽ കാണപ്പെടുന്ന കൂളർ ആയിട്ടുള്ള ഏരിയ ആണ് സൺസ്പോട്സ് എന്ന് പറയുന്നത്. അടുത്തതിന് കൊറോണൽ ഹോള്. It is the region on the sun's surface where the magnetic field lines are open. സണ്ണിൽ എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. അത് ഓപ്പൺ ആവുന്ന ആ ഒരു സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൊറോണൽ ഹോൾസ് എന്ന് പറയുന്നത്. അലോയിങ് പ്ലാസ്മ ആൻഡ് ഹൈ സ്പീഡ് സോളാർ വിൻഡ്സ് ടു എസ്കേപ്പ് ഇൻടു സ്പേസ്. അതായത് ഇവിടെ ഉണ്ടാവുന്ന ഇതിന്റെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഓപ്പൺ ആവുന്നതിന്റെ ഫലമായിട്ട് അവിടെയുള്ള പ്ലാസ്മയും അതുപോലെ തന്നെ സോളാർ വിൻഡും എന്ത് ചെയ്യും? പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യും. ഇതിനെയാണ് കൊറോണൽ ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, കൊറോണൽ ഹോൾ എന്താണെന്ന് മനസ്സിലായോ? ഈ ഒരു പടത്തിന്റെ അകത്ത് കൊറോണൽ ഹോൾ കൊടുത്തിട്ടില്ല. അതെന്ത് ചെയ്യാ? അത് കണക്ക് തന്നെ സോളാർ ഫ്ലെയേഴ്സിന്റെ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സോളാർ ഫ്ലെയേഴ്സ് എന്ന് പറയുക. ഇതിന്റെ പടം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കാം. അടുത്ത ഇനി സോളാർ വിൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കൊറോണൽ ഹോള് ഉണ്ടാവുന്നതിന്റെ ഫലമായിട്ട് അവിടെ നിന്ന് എന്തുണ്ടാവാറുണ്ട്? പ്ലാസ്മയും അതുപോലെ തന്നെ സോളാർ വിൻഡും എസ്കേപ്പ് ചെയ്യാറുണ്ട്. അതിൽ എന്താണ് ആ സോളാർ വിൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ദി കണ്ടിന്യൂസ് സ്ട്രീംസ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ മെയിൻലി പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ദാറ്റ് ഫ്ലോ ഔട്ട് ഫ്രം ദി എർത്ത്സ് ഔട്ടർമോസ്റ്റ് അറ്റ്മോസ്ഫിയർ. അതായത് കൊറോണയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എന്താണ്? ചാർജ്ഡ് പാർട്ടിക്കിളിനെയാണ് എന്തെന്ന് പറയുന്നത്? സോളാർ വിൻഡ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ തന്നിട്ട് അത് എന്താണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം? പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇറപ്ഷൻസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഒറിജിനേറ്റിംഗ് ഇൻ ദി സൺ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ട് ഈ 4 ഓപ്ഷൻസ് തരാം. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. സോളാർ ഫ്ലെയർ ആണോ, സോളാർ സൺ സ്പോട്സ് ആണോ എന്നുള്ളത്. അങ്ങനെയുള്ള ഈ 4 ഓപ്ഷൻസ് വെച്ചിട്ട് അവരെന്ത് ചെയ്യാം? ചോദ്യം ചോദിക്കാം. കറക്റ്റ് ആയിട്ട് അതിന്റെ ഡിഫറൻസ് എന്ത് ചെയ്യാം? നോക്കി വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സണ്ണ് നോക്കി. സണ്ണാണ് സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ എന്ന് പറയുന്നത്. അതൊരു സ്റ്റാർ ആണെന്ന് പഠിച്ചു. അതിന്റെ സോൺസ് പഠിച്ചു, ലെയേഴ്സ് പഠിച്ചു, അതിന്റെ കുറച്ച് അതർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്തു? പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്കിയുള്ള പ്ലാനറ്റുകളെയാണ്. സണ്ണിൽ എത്ര പ്ലാനറ്റ്? സണ്ണിന് ചുറ്റും 8 പ്ലാനറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്? റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പഠിച്ചു. അതിൽ ഓൾമോസ്റ്റ് എല്ലാ പ്ലാനറ്റുകളും കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് എന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്നത്. അതായത് വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിലാണ് ഓൾമോസ്റ്റ് എല്ലാ പ്ലാനറ്റ്സുകളും എന്ത് ചെയ്യുന്നത്?
ഇങ്ങനെ സൂര്യന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ വീനസും യുറാനസും ഈ രണ്ട് പ്ലാനറ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവ എല്ലാ പ്ലാനറ്റുകളെയും പോലെ വെസ്റ്റ് ടു ഈസ്റ്റ് അല്ല സഞ്ചരിക്കുന്നത്. എന്താണ്? ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്? ഏതൊക്കെയാണ്? വീനസും യുറാനസും ആണ്. ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. അവ ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, സോളാർ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഈ റൊട്ടേഷന് വിളിക്കുന്ന പേരാണ് റെട്രോഗ്രേഡ് റൊട്ടേഷൻ. റെട്രോഗ്രേഡ് റൊട്ടേഷൻ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാനറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നു. ഈ പ്ലാനറ്റുകളെ രണ്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാനറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇന്നർ പ്ലാനറ്റ് അല്ലെങ്കിൽ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്നും അതുപോലെ തന്നെ ഔട്ടർ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ജോവിയൻ പ്ലാനറ്റ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. ആദ്യത്തെ നാലെണ്ണത്തെയാണ് ഇന്നർ പ്ലാനറ്റ് എന്നും അതിനുശേഷമുള്ള 4 എണ്ണത്തെ ഔട്ടർ പ്ലാനറ്റ് അല്ലെങ്കിൽ ജോവിയൻ പ്ലാനറ്റ് എന്നും അറിയപ്പെടും. മെർക്കുറി, വീനസ്, എർത്ത്, മാഴ്സ് ഇവയെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഇന്നർ പ്ലാനറ്റ്. അത് കഴിഞ്ഞുള്ള ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ഇവയെ വിളിക്കുന്ന പേരാണ് ഔട്ടർ പ്ലാനറ്റ്. ഇതിൽ തന്നെ ഈ ഒരു ജോവിയൻ പ്ലാനറ്റുകളിൽ തന്നെ ഇവയെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഗ്യാസ് ജെയിൻസ് എന്നും അതുപോലെ തന്നെ ഐസ് ജെയിൻസ് എന്നും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ജൂപ്പിറ്ററും സാറ്റേണുമാണ് ഏത്, ഗ്യാസ് ജെയിൻസ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ യുറാനസും നെപ്റ്റ്യൂണും ഐസ് ജെയിൻസ് എന്നും അറിയപ്പെടുന്നുണ്ട്. അതായത് ഈ ഒരു അവിടെ നിന്ന് ഉണ്ടാവുന്ന കുറച്ച് ഗ്യാസസ് എവിടെ കൂടുതലാണ്, ഈ ഒരു ജൂപ്പിറ്റർ സാറ്റേണിൽ കൂടുതലാണ്. പക്ഷെ എവിടേക്ക് വരുമ്പോൾ യുറാനസിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ഗ്യാസസ് കുറവാണ്. അവിടെ ഒരു ഐസി ഏരിയ ആയതുകൊണ്ടാണ് അവയെ ഐസ് ജെയിൻസ് എന്ന് പറയുന്നത്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നോക്കണ്ട. ഗ്യാസ് ജെയിൻസ് ഏതൊക്കെയാണ്, ഐസ് ജെയിൻസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇവയുടെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ഈ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് മെയിൻ ആയിട്ട് റോക്കും മെറ്റൽസും കൊണ്ടിട്ട് അല്ലെങ്കിൽ അവ സോളിഡ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതേസമയം ജോവിയൻ പ്ലാനറ്റ്സ് എന്താണ്, അവ ഗ്യാസസ് കൊണ്ടിട്ട് ഹൈഡ്രജനും ഹീലിയവും അധികമായിട്ടുള്ള അല്ലെങ്കിൽ ഐസി ആയിട്ടുള്ള പ്ലാനറ്റുകളാണ്. അതുപോലെ തന്നെ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്താണ്, ഹൈ ഡെൻസിറ്റി ഉള്ളവയാണ്. ജോവിയൻ പ്ലാനറ്റ്സ് ലോ ഡെൻസിറ്റി ഉള്ളവയാണ്. നമുക്ക് ആ ഒരു പടത്തിൽ നിന്ന് തന്നെ ആദ്യം കൊടുത്തിരിക്കുന്ന പിക്ചറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യത്തെ 3-4 ഗ്രഹങ്ങൾ എന്താണ്, സ്മോളർ ഇൻ സൈസ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇവ എന്താണ്, സ്മോളർ ഇൻ സൈസ് ആണ്. പക്ഷെ വെളിയിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഔട്ടർ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഔട്ടർ പ്ലാനറ്റുകളിലേക്ക് വരുമ്പോൾ അവ ഭയങ്കര എന്താണ്, വെരി ലാർജ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. അതേ കണക്ക് തന്നെ ഇന്നർ പ്ലാനറ്റ്സിന് ഫ്യൂ മൂൺസ് എന്താണ്, മൂൺസ് എന്ന് വെച്ചാൽ അതിന് ചുറ്റും കറങ്ങുന്ന സാറ്റലൈറ്റുകളെ, മൂണുകൾ, നാച്ചുറൽ സാറ്റലൈറ്റുകളെയാണ് മൂൺസ് എന്ന് വിളിക്കുന്നത്. അവ എന്താണ്, ഫ്യൂ ആണ്, അല്ലെങ്കിൽ ചിലതിന് കാണത്തില്ല. ഓക്കെ, അവയ്ക്ക് ചുറ്റുമുള്ള വലയങ്ങൾ അല്ലെങ്കിൽ റിങ്ങുകളും അവയ്ക്ക് കാണത്തില്ല. പക്ഷെ ഇവിടേക്ക് ബാക്കിയുള്ള ഔട്ടർ മോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അവയ്ക്ക് മൂണുകളും റിങ്ങുകളും എന്താണ്, കൂടുതലാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏറ്റവും റിങ്സ് കൂടുതലുള്ള പ്ലാനറ്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായി. അതൊക്കെ നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ പഠിക്കും. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഓരോ ഗ്രഹങ്ങളായിട്ട് ഓരോ പ്ലാനറ്റുകളായിട്ട് നോക്കാം. ഒന്നാമത്തെ ഏതാ, ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ സണ്ണിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ക്ലോസസ്റ്റ് ടു ദി സൺ എന്ന് പറയുന്നത് ഏതാണ്, മെർക്കുറിയാണ്. ഇതാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും സ്മാളസ്റ്റ് പ്ലാനറ്റ് എന്ന് പറയുന്നത്. ഇവയ്ക്ക് സാറ്റലൈറ്റുകളും ഇല്ല, അറ്റ്മോസ്ഫിയറും ഇല്ല. ഇവയ്ക്ക് എന്തില്ല, മെർക്കുറിക്ക് എന്തില്ല, അറ്റ്മോസ്ഫിയറും ഇല്ല, സാറ്റലൈറ്റും ഇല്ല. ഇവയെ എന്തെന്നാണ് പറയുന്നത്, സ്വിഫ്റ്റ് പ്ലാനറ്റ് എന്നാണ് പറയുന്നത്. എന്തെന്നാണ് പറയുന്നത്, സ്വിഫ്റ്റ് പ്ലാനറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, മെർക്കുറി എന്ന് പറയുന്നത് എന്താണ് സാറ്റലൈറ്റോ അറ്റ്മോസ്ഫിയറോ ഇല്ലാത്ത പ്ലാനറ്റ് ആണ്. അതേ കണക്ക് തന്നെ ഇത് സണ്ണിനോട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ സണ്ണിനെ ഏറ്റവും പെട്ടെന്ന് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. സണ്ണിന് ചുറ്റും പെട്ടെന്ന് ഇവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറങ്ങി വരാൻ പറ്റും. ഏകദേശം ഒരു 80 days കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവയ്ക്ക് സൂര്യനെ എന്ത് ചെയ്യാൻ പറ്റും, റിവോൾവ് ചെയ്ത് വരാൻ പറ്റും. അതേസമയം ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നെപ്റ്റ്യൂൺ
നമ്മൾ പഠിക്കും, എന്നാലും ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. നെപ്റ്റ്യൂണിന് ഏകദേശം 164 ഇയേഴ്സ് എടുക്കും. അതേ സമയത്താണ് നമ്മുടെ മെർക്കുറിക്ക് വെറും 88 ഡേയ്സ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? സണ്ണിനെ റിവോൾവ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് വരാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? മെർക്കുറിയിൽ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കി വെക്കേണ്ടത് സ്മാളസ്റ്റ് പ്ലാനറ്റ് ആണ്, ക്ലോസസ്റ്റ് ടു ദി സൺ ആണ്, അറ്റ്മോസ്ഫിയർ ഇല്ല, സാറ്റലൈറ്റ് ഇല്ല, അതിനെ അറിയപ്പെടുന്ന പേര് എന്താണ്? സ്വിഫ്റ്റ് പ്ലാനറ്റ്. ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, രണ്ടാമത്തതാണ് വീനസ്. വീനസിന്റെ പ്രത്യേകത ഇറ്റ് ഈസ് ദി ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ്. ഏറ്റവും തിളക്കമുള്ള, അല്ലെങ്കിൽ നിങ്ങൾ മോർണിംഗ് നോക്കിയാലും ഈവനിങ്ങിലൊക്കെ നോക്കിയാലും ഒരു സ്റ്റാർ, വലിയൊരു സ്റ്റാർ കാണാൻ പറ്റും. അതെന്താണ്? സ്റ്റാർ അല്ല, എന്താണ്? ഒരു പ്ലാനറ്റ് ആണ്. ആ പ്ലാനറ്റ് ഏതാണ്? വീനസ് ആണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. വീനസ് ആണ് മോർണിംഗ് സ്റ്റാർ എന്നും ഈവനിങ് സ്റ്റാർ എന്നൊക്കെ അറിയപ്പെടുന്നത്. പക്ഷെ ഇതെന്തല്ല, സ്റ്റാർ അല്ല, എന്താണ്? പ്ലാനറ്റ് ആണ് അല്ലേ? അതൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം. ഇതിനെ അറിയപ്പെടുന്ന പേര് എർത്തിൻ, അല്ലെങ്കിൽ ഇരട്ട. എർത്തിന്റെ, ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വെയിൽഡ് പ്ലാനറ്റ്, മൂടപ്പെട്ട അല്ലെങ്കിൽ ആവരണം ചെയ്യപ്പെട്ട് കിടക്കുന്ന ആ പ്ലാനറ്റ് എന്നും ഇവയെ അറിയപ്പെടുന്നുണ്ട്. കാരണം അതിന് ചുറ്റും കുറെ ഗ്യാസസ് കാണപ്പെടുന്നുണ്ട്, ആവരണങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ വെയിൽഡ് പ്ലാനറ്റ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വീനസ് എവിടെ നിന്ന് എവിടോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഇൻ ദി സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? വീനസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? വീനസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞു പോയിരിക്കുന്നത്. അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. ഓക്കെ, ഇറ്റ് ഈസ് ദി ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ്, മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ എന്നും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എർത്തിന്റെ ടിൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വെയിൽഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നുണ്ട്. വെയിൽഡ് പ്ലാനറ്റ് എന്നറിയപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ അതിന് ചുറ്റും എന്താണ്? ക്ലൗഡുകൾ കൂടുതലായിട്ട് ഡെൻസ് ആയിട്ടുള്ള ക്ലൗഡ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ആവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ആവരണപ്പെട്ട പ്ലാനറ്റ് എന്ന് അറിയപ്പെടുന്നത്. അതേ കണക്ക് തന്നെ ഇവ ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആണ്. ഇത്രയും കാര്യം മാത്രം എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. അടുത്ത ഇനി നമ്മൾ താമസിക്കുന്നത് നമ്മുടെ എർത്താണ് മൂന്നാമത്തെ പ്ലാനറ്റ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ബ്ലൂ പ്ലാനറ്റ് എന്നാണ്, നീലഗ്രഹം എന്നാണ് എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ഭൂമി നമുക്ക് എന്താണ്? ഒപ്റ്റിമം ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ സണ്ണിൽ നിന്ന് ഒപ്റ്റിമം ഡിസ്റ്റൻസ് ഉണ്ട്, വാട്ടർ ഉണ്ട്, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇതൊക്കെ കാരണം കൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ എന്ത് ലൈഫ് സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഏകദേശം 71% എന്താണ്? എർത്തിന്റെ സർഫസ് എന്താണ്? വാട്ടർ ആണ്. അതേ കണക്ക് തന്നെ സാറ്റലൈറ്റ് ഉണ്ട്, മൂണാണ്. മൂന്ന് തന്നെയാണ് നമ്മുടെ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഇസ് ദി 5th ലാർജസ്റ്റ് പ്ലാനറ്റ്. ബാക്കിയുള്ളതിന്റെ ഒന്നും പൊസിഷൻ ഞാൻ പറഞ്ഞു പോയിട്ടില്ല. ഏറ്റവും സ്മാളസ്റ്റ് പറഞ്ഞു, ലാർജസ്റ്റ് പഠിച്ചു. എർത്തിന്റെ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ സൈസ് പറയുന്നത്. 5th ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ്. അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ് ഈ ഒരു കസിൻ പ്ലാനറ്റ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരു എക്സോ പ്ലാനറ്റ് ആണ്. അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിന് പുറത്ത് കാണപ്പെടുന്ന പ്ലാനറ്റ് ആണ് ഇത്. ഇതിന്റെ പേരാണ്, അല്ലെങ്കിൽ കസിൻ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നതാണ് ഈ ഒരു കെപ്ലർ 452b എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം നമ്മുടെ ഭൂമിയുടെ സാഹചര്യങ്ങളോട്, അറ്റ്മോസ്ഫിയറിനും മറ്റുമായിട്ട് സാമ്യമുള്ളത് കൊണ്ടാണ് ഇതിനെ കസിൻ പ്ലാനറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? എർത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, വായിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത ഇനി നാലാമത്തതും ഇന്നർ പ്ലാനറ്റുകളിൽ അല്ലെങ്കിൽ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിൽ അവസാനത്തതുമായിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് മാഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഇറ്റ് ഈസ് നോൺ ആസ് റെഡ് പ്ലാനറ്റ്. എന്താണ്? ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഇതാണ്. ഓക്കെ, ഇതിന് ഈ ഒരു ചുമപ്പ് നിറം കിട്ടാൻ കാരണം റെഡ് ഓക്സൈഡ് അല്ലെങ്കിൽ റസ്റ്റ് അല്ലെങ്കിൽ തുരുമ്പ് അതിന്റെ അളവ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ എന്തെന്നറിയപ്പെടുന്നത്? റെഡ് പ്ലാനറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇതിന്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും താളസ്റ്റ് ആയിട്ടുള്ള വോൾക്കാനോ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മൂണിലാണ്. അതിന്റെ പേരാണ് ഒളിമ്പസ് മോൺസ്. ഒളിമ്പസ് മോൺസ് ആണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും താളസ്റ്റ് വോൾക്കാനോ എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിൽ ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള സാറ്റലൈറ്റ് ആയിട്ടുള്ള ഈ ഡെയ്മോസ് എന്ന് പറയുന്ന ആ ഒരു സാറ്റലൈറ്റും കാണപ്പെടുന്നത് എവിടെയാണ്? ഈ ഒരു മാഴ്സിലാണ്. അപ്പോഴേ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക. ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ടാളസ്റ്റ് വോൾക്കാനോ ഇൻ ദി സോളാർ സിസ്റ്റം സിറ്റുവേറ്റഡ് അല്ലെങ്കിൽ ലൊക്കേറ്റഡ് ഇൻ വിച്ച് പ്ലാനറ്റ് എന്ന് ചോദിക്കാം. അതേതാണ്? മാഴ്സിലാണ്. അതിന്റെ പേരെന്താണ്? ഒളിമ്പസ് മോൺസ് എന്നാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ സാറ്റലൈറ്റുകളായിട്ടുള്ള പ്രോബോസ്, അതിനൊക്കെ തന്നെ ഡെയ്മോസ്, ഇതെല്ലാം സിറ്റുവേറ്റ് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് ആർക്ക് ചുറ്റുമാണ്? നമ്മളെ മാഴ്സിന് ചുറ്റുമാണ്. ഈ ഒരു ഡെയ്മോസ് ആണ് സ്മോളസ്റ്റ് സാറ്റലൈറ്റ് ഇൻ ദി യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അതേ കണക്ക് തന്നെ മാഴ്സിനെ പഠിക്കാനായിട്ട് നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? മംഗൾയാൻ 2014 എന്ത് ചെയ്തിട്ടുണ്ട്? അയച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്തിട്ടുണ്ട്? മാഴ്സിൽ റീച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു, മാഴ്സിലേക്കുള്ള നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു ഈ ഒരു മംഗൾയാൻ എന്ന് പറയുന്നത്. അതിന്റെ ഇയർ കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം നോക്കി വെക്കുക. മാർസിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇന്ത്യ വിക്ഷേപിച്ചതാണ് മംഗൾയാൻ. ഓക്കെ, ക്ലിയർ? ഇത്രയുമാണ് ഇന്നർ പ്ലാനറ്റ്. ഇന്നർ പ്ലാനറ്റ് 4 ഉണ്ടായിരുന്നു. അതിന്റെ കുറച്ച് കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. ഇനി നമുക്ക് നോക്കാൻ ഉള്ളത് ഔട്ടർ പ്ലാനറ്റ് ആണ്. ഔട്ടർ പ്ലാനറ്റ്സിലെ അല്ലെങ്കിൽ അവയെ ജോവിയൻ പ്ലാനറ്റ്സ് എന്ന് പറയും. ആ ഒരു ജോവിയൻ പ്ലാനറ്റ്സിൽ ഒന്നാമത്തത് അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ നിന്ന് പോവുകയാണെങ്കിൽ 5ാമത്തെ പ്ലാനറ്റ് ആണ് എന്ന് പറയുന്നത് ജൂപ്പിറ്റർ. ഇതിനെ അറിയപ്പെടുന്ന കിങ് ഓഫ് പ്ലാനറ്റ്സ്, ഇവയെ കിങ് ഓഫ് പ്ലാനറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇറ്റ് ഈസ് ദി ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ യുവർ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിലെ ലാർജസ്റ്റും അതുപോലെ തന്നെ ഫാസ്റ്റസ്റ്റ് റൊട്ടേഷൻ ഉള്ള പ്ലാനറ്റ് ആണ് എന്ന് പറയുന്നത് ഈ ഒരു ജൂപ്പിറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഒരു ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കാണപ്പെടുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഒരു മാസീവ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റോമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈ സ്റ്റോം ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ടാണ് സ്പോട്ടുകൾ ഉണ്ടാകുന്നതെന്ന് സൺഡേ കാര്യത്തിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു റെഡ് സ്പോട്ട് എവിടെ കാണാൻ പറ്റും? ജൂപ്പിറ്ററിൽ കാണാൻ പറ്റും. ഇത് രണ്ടും കൂടെ തിരിഞ്ഞു പോവല്ലേ. ഈ ഒരു റെഡ് പ്ലാനറ്റ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? നമ്മൾ നേരത്തെ പഠിച്ചു. റെഡ് പ്ലാനറ്റ് ഏതാണെന്ന് നമ്മൾ പഠിച്ചു. ഏതാ? മാഴ്സ് ആണ് അല്ലേ? റെഡ് പ്ലാനറ്റ് മാഴ്സ് ആണ്. അതേസമയം റെഡ് സ്പോട്ട് കാണപ്പെടുന്നത് എവിടെയുമാണ്? ജൂപ്പിറ്ററിലുമാണ്. അത് മാറിപ്പോകരുത്. ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം നോക്കി വെക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് പിന്നെ 92ഓളം എന്തുണ്ട്? സാറ്റലൈറ്റുകൾ കാണപ്പെടുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അതിൻ്റെ എണ്ണം എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. പുതിയത് കണ്ടുപിടിക്കുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ അകത്തുള്ള ഗാനിമീഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ലാർജസ്റ്റ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ലാർജസ്റ്റ് സാറ്റലൈറ്റ് ആരുടെയാണ്? ജൂപ്പിറ്ററിന് ചുറ്റും കറങ്ങുന്ന ഗാനിമീഡ് ആണ്. പക്ഷേ ഡെയ്മോസ് എന്ന് പറയുന്നതാണ്, മാഴ്സിന്റെ ഡെയ്മോസ് ആണ് ഏറ്റവും സ്മാളസ്റ്റ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ആ രണ്ട് തിരിഞ്ഞു പോലെ അതൊന്ന് ഏതിന് ചുറ്റും ഏതിന്റെ സാറ്റലൈറ്റ് ആണെന്ന് കൂടെ എന്ത് ചെയ്യാം? പഠിച്ച് വെക്കുക. ഇനി അടുത്തത് 6ാമത്തെ സാറ്റേൺ ആണ്. സാറ്റേണിന്റെ പ്രത്യേകത ഇറ്റ് ഈസ് റിംഗ്ഡ് ബ്യൂട്ടി എന്നാണ് സാറ്റേണിനെ അറിയപ്പെടുന്നത്. അതിന് കാരണം എന്താണ്? ഇതിന് ചുറ്റും കുറേ റിങ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ജോവിയൻ പ്ലാനറ്റിന് റിങ്സിന്റെ എണ്ണം എന്താണ്? കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവയെ റിംഗ്ഡ് ബ്യൂട്ടി എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ലീസ്റ്റ് ഡെൻസ് പ്ലാനറ്റ്. ഓക്കെ, അതുപോലെ തന്നെ മോസ്റ്റ് വിസിബിൾ ആൻഡ് ബ്യൂട്ടിഫുൾ റിംഗ് സിസ്റ്റം ഇതിനുള്ളത് കൊണ്ടാണ് ഇതിനെ എന്തെന്നറിയപ്പെടുന്നത്? റിംഗ്ഡ് ബ്യൂട്ടി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതിന് ഏകദേശം ഇപ്പൊ കറന്റ് ഒരു 274ഓളം മൂണുകളുണ്ട്. അതിൽ ടൈറ്റൻ ആണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഈ ടൈറ്റൻ ആണ് നമ്മുടെ സെക്കൻഡ് ലാർജസ്റ്റ് മൂൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇറ്റ് ഹാസ് തിക്ക് നൈട്രജൻ അറ്റ്മോസ്ഫിയർ. അതൊന്നും നോക്കി വെക്കേണ്ട നിങ്ങൾ. സെക്കൻഡ് ലാർജസ്റ്റ് മൂൺ ആണെന്നുള്ളത് നോക്കി വെക്കുക. ഓക്കെ, ക്ലിയർ? സാറ്റേൺ ക്ലിയർ അല്ലേ? റിംഗ്ഡ് ബ്യൂട്ടി ആണ്, ലീസ്റ്റ് ഡെൻസ് പ്ലാനറ്റ് ആണ്. അത് എന്തുകൊണ്ടാണ് റിംഗ്ഡ് ബ്യൂട്ടി എന്ന് അറിയപ്പെടുന്നതെന്ന് പഠിച്ചു. അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടൈറ്റൻ എന്ന് പറയുന്ന സാറ്റലൈറ്റും പഠിച്ചു. ഇനി അടുത്തുള്ളത് യുറാനസ്, ഏഴാമത്തെ പ്ലാനറ്റ് ആണ്. ഇതിനെ ഗ്രീൻ പ്ലാനറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. റെഡ് പ്ലാനറ്റ് ഏതാണെന്ന് ഓർമ്മയുണ്ടല്ലോ നിങ്ങളുടെ മനസ്സിൽ? അതൊന്ന് ക്വിക്കായിട്ട് മനസ്സിൽ കൊണ്ടുവരാൻ നോക്കിയേ. ഓക്കെ, ഗ്രീൻ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. അത് കണക്ക് തന്നെ ലൈയിങ് പ്ലാനറ്റ് എന്നും റോളിംഗ് പ്ലാനറ്റ് എന്നും
ഇതിനെ അറിയപ്പെടുന്നു. നേരത്തെ പറഞ്ഞ പോലെ വീനസിന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? വീനസും യുറാനസും നമ്മൾ ഒത്തുപഠിച്ചായിരുന്നു. എന്താണ്? ഈസ്റ്റ് ടു വെസ്റ്റ്. എല്ലാ ഗ്രഹങ്ങളും എന്ത് ചെയ്യുമ്പം വെസ്റ്റ് ടു ഈസ്റ്റ് കറങ്ങുമ്പോഴത്തേക്ക് ഇവ എന്ത് ചെയ്യുന്നു? ഈസ്റ്റ് ടു വെസ്റ്റ് കറങ്ങുന്നു. അതാണ് യുറാനസ് എന്ന് പറയുന്നത്. യുറാനസ് ഈസ് ദി ഫസ്റ്റ് പ്ലാനറ്റ് ദാറ്റ് വാസ് ഡിസ്കവേർഡ് വിത്തിൻ യൂസ് ഓഫ് എ ടെലിസ്കോപ്പ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ടെലിസ്കോപ്പ് ഉപയോഗിച്ച് കണ്ടുപിടിച്ച ആദ്യത്തെ ഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? യുറാനസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്താൽ നോക്കി വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത ലാസ്റ്റ് ഗ്രഹമായിട്ടുള്ള നെപ്റ്റ്യൂൺ ആണ്. നെപ്റ്റ്യൂണിനെ അറിയപ്പെടുന്നത് വിൻഡി പ്ലാനറ്റ്. അതിന് കാരണം ഇവ ഭയങ്കര എന്താണ്? വിൻഡിയസ്റ്റ് അല്ലെങ്കിൽ വിൻഡ് ധാരാളമായിട്ട്, സൂപ്പർ സോണിക് വിൻഡുകൾ ധാരാളമായിട്ട് വീശുന്ന ഒരു പ്ലാനറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവയെ വിൻഡി പ്ലാനറ്റ് എന്ന് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഇത് ഭയങ്കര കോൾഡസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് ആണ്. അതായത് നമ്മുടെ സണ്ണ് അതിന് ചുറ്റും ഇവ ഇങ്ങനെ ഓർബിറ്റിൽ കറങ്ങുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ആണ് അല്ലേ, ഏറ്റവും ലാസ്റ്റത്തെ പ്ലാനറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഈ ഒരു നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച കണക്ക് ജോവിയൻ പ്ലാനറ്റ് ഐസി ആണല്ലേ. ഐസി ആകുമ്പോഴത്തേക്ക് ഇവയ്ക്ക് ചുറ്റും ഭയങ്കര കോൾഡസ്റ്റ് ആയിട്ടുള്ള ഇതാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കോൾഡസ്റ്റ് പ്ലാനറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇതിന് വേറൊരു പേരിലും കൂടെ അറിയപ്പെടും, ടിൻ ഓഫ് യുറാനസ്. യുറാനസും നെപ്റ്റ്യൂണും ഏകദേശം അതിന്റെ എന്താണ് ഫീച്ചേഴ്സ് എല്ലാം ഒരുപോലെ വരും. അതുകൊണ്ടാണ് ടിൻ ഓഫ് യുറാനസ് എന്നറിയപ്പെടുന്നത്. അതേ കണക്ക് തന്നെ ട്രിട്ടൺ. ഇവിടെ ഇത് രണ്ടും കൂടെ മാറിപ്പോവല്ലേ. ടൈറ്റനും ഉണ്ട്, അതുപോലെ തന്നെ ട്രിട്ടണും ഉണ്ട്. ടൈറ്റൺ ആരുടെ ആയിരുന്നു? ടൈറ്റൻ നമ്മൾ പഠിച്ചത് ആരുടെയാ? ടൈറ്റൻ പഠിച്ചത് സാറ്റേണിന്റെ ആണ്. അതേപോലെ തന്നെ ട്രിട്ടൺ പഠിക്കുന്നത് ഏതിന്റെയാണ്? നെപ്റ്റ്യൂണിന്റെ ആണ്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? അപ്പോഴേ ഇത്രയുമാണ് 8 ഗ്രഹങ്ങളാണ് ഉള്ളത്. അതിൽ പ്ലൂട്ടോനെ 9ാമത്തെ ഗ്രഹമായിട്ട് നിലനിന്നിരുന്ന പ്ലൂട്ടോയെ എന്ത് ചെയ്തിട്ടുണ്ട്? എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനെ ഇപ്പൊ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഡോർഫ് പ്ലാനറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കുള്ളൻ ഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് നോക്കാൻ പോകുന്ന കുറച്ച് ബെൽറ്റുകളാണ്. എന്താണ് ആസ്ട്രോയിഡ് ബെൽറ്റ് അല്ലെങ്കിൽ എന്താണ് കുയിപ്പർ ബെൽറ്റ്? ഈ 2 ബെൽറ്റുകളെ പറ്റിയാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയങ്ങളൊന്നും ഇല്ലെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ബെൽറ്റുകൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് ആസ്ട്രോയിഡ് ബെൽറ്റ്? ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഈ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ്. അതായത് ആസ്ട്രോയിഡ്സ് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഏരിയയാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. ഈ ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്ന ഏരിയ ലൊക്കേഷൻ പഠിച്ചു വെക്കുക. നമ്മുടെ മാഴ്സിനും അതുപോലെ തന്നെ ഏതിനും ഇടയ്ക്കാണ്? ജൂപ്പിറ്ററിനും ഇടയ്ക്കാണ്. ഈ ഒരു ജൂപ്പിറ്ററിനും ഇടയ്ക്കാണ് ഏത് കാണപ്പെടുന്നത്? ഈ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്. ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്ന ഏരിയ എന്തായാലും പഠിച്ചു വെക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ജൂപ്പിറ്ററിനും മാർസിനും ഇടയിൽ ഈ ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കുറെ ആസ്ട്രോയിഡ്സ് കാണപ്പെടും. ആസ്ട്രോയിഡ്സ് എന്താണെന്നൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. ഇപ്പൊ ഇത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത് മാർസിനും ജൂപ്പിറ്ററിനും ഇടയിലുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തെന്ന് പറയുന്നത് കുയിപ്പർ ബെൽറ്റ്. കുയിപ്പർ ബെൽറ്റ് ഇതാ കിടക്കുന്നു. കുയിപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റീജിയൻ ഓഫ് സോളാർ സിസ്റ്റം ബിയോണ്ട് ദി ഓർബിറ്റ് ഓഫ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂൺ അല്ലേ ഏറ്റവും പുറമേ ഉള്ള പ്ലാനറ്റ് എന്ന് പറയുന്നത്. ആ പ്ലാനറ്റിന് ശേഷം കുറച്ച് സെലസ്റ്റിയൽ പല ടൈപ്പ് സാധനങ്ങൾ, കോമറ്റ്സും അതൊക്കെ കാണപ്പെടും. ആ ഒരു ഏരിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കുയിപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് 2 ആസ്ട്രോയിഡ് ബെൽറ്റും കുയിപ്പർ ബെൽറ്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇതിന്റെ ലൊക്കേഷൻ പഠിച്ചു വെക്കുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? മനസ്സിലാവണം. ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത് മാർസിനും ജൂപ്പിറ്ററിനും ഇടയിൽ കാണപ്പെടുന്നതാണ്. നെപ്റ്റ്യൂണിനും അപ്പുറം കാണപ്പെടുന്ന ഓർബിറ്റ് ഓഫ് നെപ്റ്റ്യൂൺ, ബിയോണ്ട് ദി ഓർബിറ്റ് ഓഫ് നെപ്റ്റ്യൂൺ കാണപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? കുയിപ്പർ ബെൽറ്റ് എന്ന് പറയപ്പെടുന്നത്. ഇവിടെ കോമറ്റ്സും ആസ്ട്രോയിഡ്സും അതുപോലെ തന്നെ സ്മോൾ ബോഡീസ് എന്ത് ചെയ്യുന്നു? ഐസി ആയിട്ടുള്ള ലാർജ്ലി ഐസി ആയിട്ടുള്ള ആണ് ഇവിടെ എന്ത് ചെയ്യുന്ന അല്ലാത്ത ഒബ്ജക്റ്റുകളും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്?
കാണപ്പെടുന്നത്. ഐസി ആവാൻ കാരണം ഏറ്റവും പുറമേ ഉള്ളതായതുകൊണ്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അതിന് അവിടെ ഒരു എന്തുകൊണ്ട് ഒരു പ്രത്യേക ഒബ്ജക്റ്റും അവിടെ ഒരു ഇതിന്റെ സാന്നിധ്യം കൊണ്ടാണ് അവ ഭയങ്കര ഐസി ആയിട്ട് മാറുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നു. അടുത്തനി ഊട്ട് ക്ലൗഡ്. അടുത്തത് പഠിക്കാനുള്ളത് ഊട്ട് ക്ലൗഡ് എന്ന് പറയുന്ന ഒരു ക്ലൗഡിനെ പറ്റിയിട്ടാണ്. നമ്മുടെ എർത്തിലെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഇവിടെ എന്തുണ്ട്, മാർസിനും ജൂപ്പിറ്ററിനും ഇടയിൽ ആസ്ട്രോയിഡ് ബെൽറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കുയിപ്പർ ബെൽറ്റ് ഉണ്ട്. അതിനും പുറമേ ആയിട്ട് കാണപ്പെടുന്ന എന്താണ്, സ്ഫെറിക്കൽ ഷേപ്പുള്ള ഒരു ബെൽറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ക്ലൗഡാണ് എന്തെന്ന് പറയുന്നത്, ഈ ഊട്ട് ക്ലൗഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ഔട്ടർ മോസ്റ്റ് എഡ്ജ് ഓഫ് ദി എക്സ്റ്റെൻഡിങ്, അല്ലെങ്കിൽ ഇതെന്താണ്, നമ്മുടെ സോളാർ സിസ്റ്റം കഴിഞ്ഞിട്ട് അതിന്റെ ഏറ്റവും പുറമെ കുയിപ്പർ ബെൽറ്റും കഴിഞ്ഞ് അതിന്റെ ഏറ്റവും പുറമെ കാണപ്പെടുന്ന ഒരു ക്ലൗഡി ആയിട്ടുള്ള ഒരു സ്ഫെറിക്കൽ ഷെല്ലാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു ഊട്ട് ക്ലൗഡ് എന്ന് പറയുന്നത്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലൗഡാണ് എന്തെന്ന് പറയുന്നത്, ഊട്ട് ക്ലൗഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഊട്ട് ക്ലൗഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ചത്. ആസ്ട്രോയിഡ് ബെൽറ്റ് പഠിച്ചു, ആസ്ട്രോയിഡ് ബെൽറ്റ് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു, അതിനുശേഷം കുയിപ്പർ ബെൽറ്റ് എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം എന്ത് പഠിച്ചു, ഊട്ട് ക്ലൗഡ് എന്താണെന്ന് പഠിച്ചു. ഇത്ര മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. കുയിപ്പർ ബെൽറ്റിനും ശേഷമുള്ളതാണ് ഏതെന്ന് പറയുന്നത്, ഊട്ട് ക്ലൗഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അതർ സെലസ്റ്റിയൽ ബോഡീസ്, നേരത്തെ പറഞ്ഞ എന്താണ് ആസ്ട്രോയിഡ്, എന്താണ് കോമറ്റ്, എന്താണ് മീറ്റിയോസ്, ഇതൊക്കെയാണ് നമുക്ക് ഇനി അടുത്തത് എന്ത് ചെയ്യാനുള്ളത് നോക്കാൻ ഉള്ളത്. ഓക്കെ, ക്ലിയർ? പറയട്ടോ. ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത് സ്മോൾ റോക്കി ഒബ്ജക്ട്സ് ദാറ്റ് ഓർബിറ്റ് ദി സൺ ആൻഡ് ആർ ലെഫ്റ്റ് ഓർ മെറ്റീരിയൽസ് ഫ്രം ദി ഫോർമേഷൻ ഓഫ് സോളാർ റോക്കി, അല്ലെങ്കിൽ സോളാർ സിസ്റ്റം റോക്കീസ്. അതെന്ന് വെച്ചാൽ നമ്മുടെ സോളാർ സിസ്റ്റം ഉണ്ടായിരുന്ന കുറേ എന്താണ് അവശിഷ്ടങ്ങളാണ്. അങ്ങനെ ഉണ്ടായിരിക്കുന്ന സണ്ണിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്ന സ്മോൾ റോക്കി ഒബ്ജക്റ്റുകളെയാണ് ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്നത്. ആസ്ട്രോയിഡ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ആസ്ട്രോയിഡ്സ് എന്തായിരിക്കും, സ്മോൾ റോക്കി ഒബ്ജക്റ്റുകളായിരിക്കും. ഓക്കെ, അതേസമയം കോമറ്റ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ദിസ് കോസ്മിക് സ്നോബോൾസ് ഓഫ് ഫ്രോസൺ ഗ്യാസസ്, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഇതാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് റോക്കി ഒബ്ജക്റ്റുകളാണെങ്കിൽ ഇവിടെ എന്താണ്, ഫ്രോസൺ ഗ്യാസസ് ആണ്. അതുപോലെ തന്നെ റോക്സും ഡസ്റ്റുകളും ചേർന്നിട്ടുണ്ടാകുന്ന മെയിൻ ഡിഫറൻസ് ഇവയുടെ എന്താണ്, ടെമ്പറേച്ചർ ഉള്ള ഡിഫറൻസ് കാരണമാണ്. അതുപോലെ തന്നെ ആസ്ട്രോയിഡ്സ് ഉണ്ടായിരിക്കുന്നത് സോളാർ സിസ്റ്റത്തിൽ നിന്നാണ്. സോളാർ സിസ്റ്റം ഉണ്ടായ ഫോർമേഷന്റെ സമയത്തുണ്ടായ എന്താണ് പാർട്ടിക്കിളിൽ നിന്ന്, മെറ്റീരിയലുകളിൽ നിന്നാണ് എന്തുണ്ടായിരിക്കുന്നത്, ആസ്ട്രോയിഡ്സ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇവ തമ്മിലുള്ള വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, കോമറ്റ്സ് എവിടെ മാത്രമേ കാണപ്പെടുന്നുള്ളൂ, നമ്മുടെ കുയിപ്പർ ബെൽറ്റ്, നേരത്തെ പഠിച്ച കുയിപ്പർ ബെൽറ്റിനും ഊട്ട് ക്ലൗഡിനും ഇടയിലായിട്ടായിരിക്കും എന്ത് കാണപ്പെടുന്നത്, ഈ ഒരു കോമറ്റ്സ് എന്ത് ചെയ്യുന്നത്, ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതാണ് ഇവയുടെ എന്ത് ചെയ്യുന്നത്, മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആസ്ട്രോയിഡ്സ് എന്താണ്, ആസ്ട്രോയിഡ്സ് ആർ റോക്കി ആൻഡ് മെറ്റാലിക്. അതേസമയം കോമറ്റ്സ് എന്ന് പറയുന്നത് ഐസി ബോഡീസ് വിത്ത് ഡസ്റ്റ് ആൻഡ് റോക്ക്. ഐസി ബോഡീസ് ആണ് എന്ന് പറയുന്നത് കോമറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത മീറ്റിയോസ് എന്ന് പറയുന്നത് എന്താണ്, അറ്റ്മോസ്ഫിയറിലുള്ള ഡെർബിസ് ആണ്, അവശിഷ്ടങ്ങളാണ് മീറ്റിയോസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇതിന്റെ നമ്മൾ അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കും. നേരത്തെ പറഞ്ഞത് ഡോർഫ് പ്ലാനറ്റ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്, പ്ലൂട്ടോയാണ്. പ്ലൂട്ടോ 2006 അതിനെ എന്ത് ചെയ്തത്, ആക്ച്വൽ പ്ലാനറ്റ് പൊസിഷനിൽ നിന്ന് മാറ്റി ഡോർഫ് പ്ലാനറ്റ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, ഇനി എന്താണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഒരു യൂണിറ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ AU എന്ന് പറയും. ഇറ്റ് ഈസ് ദി ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ. നമ്മുടെ ഭൂമിയും അതുപോലെ തന്നെ സണ്ണും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഇനി ഗോൾഡി ലോക്ക് സോൺ. ഇതൊരു സോണാണ്. ഇതിപ്പോൾ ന്യൂസിലൊക്കെ ധാരാളമായിട്ട് കേൾക്കുന്ന ഒരു കേസാണ്. ഗോൾഡി ലോക്ക് സോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഹാബിറ്റബിൾ സോൺ അറൗണ്ട് എ സ്റ്റാർ വെയർ ടെമ്പറേച്ചർ ഈസ് ജസ്റ്റ് റൈറ്റ് ഫോർ ലിക്വിഡ് വാട്ടർ. നമ്മുടെ ലിക്വിഡ് വാട്ടറിന്റെ, അതായത്
എർത്ത് ഈസ് ഹിയർ. അതായത് ഈ ഒരു സോണിലാണ് നമ്മുടെ എർത്ത് വരുന്നത്. അതായത് നമുക്ക് ഹാബിറ്റബിൾ ആയിട്ടുള്ള, അധിവസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഹാബിറ്റബിൾ ആയിട്ടുള്ള ഒരു സോണാണ് ഇതെന്ന് പറയുന്നത്. ഇത് അറൗണ്ട് എ സ്റ്റാർ വെയർ ടെമ്പറേച്ചർ ഈസ് ജസ്റ്റ് റൈറ്റ് ലിക്വിഡ് വാട്ടർ. ലിക്വിഡ് വാട്ടറിന്റെ ടെമ്പറേച്ചർ എത്രയാണോ അതിന് തുല്യമായിട്ടുള്ള ടെമ്പറേച്ചർ ഉള്ള ഏരിയയാണ് നമ്മൾ ഈ ഒരു ഗോൾഡിലോക്സ് സോൺ എന്ന് പറയുന്നത്. എവിടെയാണ്? ആ ഒരു ഏരിയയിലാണ് നമ്മുടെ എർത്ത് വരുന്നത്. ഇത്ര ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഗോൾഡിലോക്സ് സോൺ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നും അല്ല, നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം. ഇനി അടുത്ത ബിഗസ്റ്റ് വോൾക്കാനോ നേരത്തെ പഠിച്ചായിരുന്നു, മാഴ്സിലുള്ള ഒളിമ്പസ് മോൺസ് ആണ്. ഒളിമ്പസ് മോൺസ് ആണ് ബിഗസ്റ്റ് വോൾക്കാനോ. ഇനി നേരത്തെ പറയാത്തൊരു കാര്യമാണ് ബിഗസ്റ്റ് കാനിയോൺ. ബിഗസ്റ്റ് കാനിയോൺ എവിടെയാണ്? അതും എവിടെ തന്നെയാണ്? മാഴ്സിലാണ്. ബിഗസ്റ്റ് വോൾക്കാനോയും ബിഗസ്റ്റ് കാനിയോണും എവിടെ തന്നെയാണ് കാണപ്പെടുന്നത്? എവിടെ തന്നെയാണ് കാണപ്പെടുന്നത്? മാഴ്സിൽ തന്നെയാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഈ ബിഗസ്റ്റ് കാനിയോണിന്റെ പേര് പഠിച്ചു വെക്കുക. വാലിസ് മാരിനിയറിസ് എന്ന് പറയുന്നത്, മാരിനിയറിസ് എന്ന് പറയുന്ന ഒരു കാനിയോൺ ആണ് ബിഗസ്റ്റ് കാനിയോൺ എന്ന് പറയുന്നത്. കാനിയോൺ എന്ന് വെച്ചാൽ എന്താണ്? ഒരു മലയിടുക്ക് എന്നുള്ള ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത്, കാനിയോൺ എന്ന് പറയുന്നത്. മലയുടെ ഇടുക്കായിട്ട് വരും ആ ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്, കാനിയോൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ഇനി ഫാസ്റ്റസ്റ്റ് റെവല്യൂഷൻ, അതായത് സണ്ണിന് ചുറ്റും പെട്ടെന്ന് കറങ്ങി വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഏറ്റവും അടുത്തുള്ള ഗ്രഹമാണ് മെർക്കുറി. അപ്പോൾ മെർക്കുറിക്കാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് സ്ലോവസ്റ്റ് ആരായിരിക്കും? നെപ്റ്റ്യൂൺ ആയിരിക്കും. ഏറ്റവും പുറമേ ഉള്ള ഗ്രഹമായിരിക്കും. ഏതാണത്? നെപ്റ്റ്യൂൺ ആണ്. 164 ഇയേഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സംശയം എന്ത് ചെയ്യുക? പറയുക. അതേ കണക്ക് തന്നെ ക്ലാസ്സിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരുത്തണമെന്നുണ്ടെങ്കിലോ സ്പീഡിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ക്ലാസ്സസ് എന്ത് ചെയ്യാം? കുറച്ചും കൂടി എന്ത് ചെയ്യാം? ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ആ ഒരു കമ്മിറ്റ്മെന്റും അനുസരിച്ചായിരിക്കും നമ്മുടെ ക്ലാസ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഇമ്പ്രൂവ് ചെയ്ത് പോകാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജോഗ്രഫിയുടെ സ്റ്റാർട്ടിങ് മാത്രമേ ആയിട്ടുള്ളൂ. നമ്മളൊരു സോളാർ സിസ്റ്റം മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റ് വേൾഡ് ജോഗ്രഫിയുടെ ആ പോർഷൻസ് ആദ്യം കവർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ജോഗ്രഫി എന്ത് ചെയ്യും? കവർ ചെയ്യും. അങ്ങനെയായിരിക്കും ക്ലാസ്സിന്റെ സ്ട്രക്ചർ പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സസ് എന്ത് ചെയ്യുക? കറക്റ്റ് കാണുക, സംശയങ്ങൾ ചോദിക്കുക. സംശയങ്ങൾ എന്തായാലും വരും. ആ സംശയങ്ങൾ നിങ്ങൾ മടിച്ചു വയ്ക്കാതെ ചോദിക്കുക. ചോദിച്ച് ക്ലിയർ ചെയ്ത് തന്നെ എന്ത് ചെയ്യുക? പോവുക. ഓക്കെ, അപ്പോഴെല്ലാവർക്കും താങ്ക് യു.